അങ്ങനെ നമ്മൾ വാർത്തകളിലേക്ക് വിശദമായി കിടക്കുകയാണ്. അതെ, സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തലസ്ഥാനമാണ്. ഇന്നത്തെ ദിവസത്തെയും പോലെയും വാർത്താ കേന്ദ്രം തുടക്കത്തിൽ തലസ്ഥാനത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഉമേഷ്, ഇന്ന് മലയാളികൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് അവരുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിയമസഭയിൽ ഉണ്ടാകുമോ എന്നതാണ്. അതായത് ധനമന്ത്രിയുടെ മറുപടിയും ആ മറുപടിയിൽ അദ്ദേഹം ഇനിയും സസ്പെൻസ് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും. എന്തായാലും മുൻകാലങ്ങളിലൊക്കെ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി ചില തിരുത്തലുകളും ഒക്കെ വരുത്താറുണ്ട്. ഇന്ന് എന്തായാലും ഈ പുതിയതായി വന്നിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏറെ വലിയ സമരങ്ങൾക്കിടവയ്ക്കുന്ന ഇപ്പോഴത്തെ ഈ നികുതി നിർദ്ദേശങ്ങളിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. ധനമന്ത്രിയുടെ മറുപടി ഇന്ന് എപ്പോഴുണ്ടാകും? എന്താണ് നിയമസഭയിലെ നടപടിക്രമങ്ങൾ? വ്യക്തമാക്കും. ഗുഡ് മോർണിംഗ് സജിത്ത്, അശ്വതി. എന്തായാലും ഏറ്റവും സുപ്രധാന ദിവസമാണ്. കാരണം സാധാരണ ബഡ്ജറ്റ് ദിവസങ്ങളിൽ നമ്മൾ ഇത്രത്തോളം ഒരുപക്ഷെ പ്രതീക്ഷയോടെ മലയാളികൾ ഇത്രത്തോളം കാത്തിരിക്കാൻ സാധ്യതയില്ല. കാരണം ബഡ്ജറ്റിൽ സാധാരണഗതിയിൽ ഇത്രത്തോളം വലിയ നികുതി അല്ലെങ്കിൽ സെസ് എല്ലാം ഏർപ്പെടുത്തും. അതും സാധാരണ ജനങ്ങൾ ഒരു പൊതു രീതിയിൽ, അതായത് പെട്രോൾ, ഡീസൽ എന്നിവയെല്ലാം സെസ് ഏർപ്പെടുത്തുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ പെട്രോൾ, ഡീസൽ സെസ്, കൂടാതെ അതിന് പുറമെയാണ് വെള്ളക്കരം, അതിന് പുറമെ ഈ വസ്തു കൈമാറ്റത്തിനുള്ള നികുതി, കൂടാതെ അടച്ചിട്ട വീടുകൾക്ക് പ്രത്യേക നികുതി. അങ്ങനെ നികുതി ഘടനയിൽ വലിയ മാറ്റം, നികുതി ഏർപ്പെടുത്തുന്നതിൽ വലിയ മാറ്റം, അത് ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതോടുകൂടിയാണ് ഇതിന് ഇന്നത്തെ ധനമന്ത്രിയുടെ മറുപടിക്ക് ഇത്രത്തോളം പ്രസക്തി വരുന്നത്. മുൻ ബഡ്ജറ്റുകൾക്ക് ശേഷമുള്ള ധനമന്ത്രിയുടെ മറുപടിക്കൊന്നും ഇത്രത്തോളം പ്രസക്തി കിട്ടിയിരുന്നില്ല. എന്തായാലും വൈകിട്ടോടു കൂടി ധനമന്ത്രി മറുപടി നൽകും. ഇന്നും MLA-മാരുടെ ചർച്ച, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച തുടരുന്നുണ്ട്. ഏകദേശം വൈകിട്ട് ഒരു 4 മണിയോടോ 3 മണി 4 മണിയോട് കൂടിയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ മറുപടി ധനമന്ത്രി എത്തുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എന്തായാലും ധനമന്ത്രിക്ക് മറുപടിക്കുള്ള സമയവും നൽകാറുണ്ട്. അതിന് മുമ്പേയുള്ള മറ്റു നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തര പ്രമേയം, ആ അടിയന്തര പ്രമേയം തുടർന്നുണ്ടാകുന്ന സഭാ നടപടിക്രമങ്ങൾ, അതിൻ്റെ എല്ലാം നീണ്ടുപോകുന്നതിനനുസരിച്ച് ധനമന്ത്രിയുടെ മറുപടിയും വൈകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഏറ്റവും സുപ്രധാനമായി കാത്തിരിക്കുന്നത് നികുതി ഘടന, നികുതി ഏർപ്പെടുത്തിയ, അധിക നികുതി ഏർപ്പെടുത്തിയ, കൂടാതെ സെസ് ഏർപ്പെടുത്തിയത് എന്നിവയിലെല്ലാം എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ധന നികുതി, പെട്രോൾ, ഡീസൽ 1 ലിറ്ററിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിൽ 1 രൂപയെങ്കിലും കുറയ്ക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി കാത്തിരിക്കുന്നത്. CPI അടക്കം, അതായത് LDF ഘടകകക്ഷി, പ്രധാന ഘടകകക്ഷിയായ CPI അടക്കം ബുധനാഴ്ച കഴിഞ്ഞോട്ടെ എന്നുള്ള നിലപാടാണ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു അടക്കമുള്ളവർ പരസ്യമായി മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ KN ബാലഗോപാലിൻ്റെ മറുപടിക്ക് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതും. ഇത് കൂടാതെ ഈ ഭൂമി കൈമാറ്റത്തിന് ഏർപ്പെടുത്തിയ 20% അടിസ്ഥാന വിലയിൽ ഏർപ്പെടുത്തിയ 20% വർധന, അത് ഒരു വലിയ വർധനയാണ് എന്നുള്ള ഒരു അഭിപ്രായം പല മേഖലയിൽ നിന്ന് ഉയർന്നു. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ രീതിയിലുള്ളൊരു മാന്ദ്യം കോവിഡിന് ശേഷം അനുഭവിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു നികുതി ഏർപ്പെടുത്തുക, അടിസ്ഥാന വിലയിലൊരു മാറ്റം ഏർപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രതിസന്ധികൾ വീണ്ടും ഈ മേഖലയിൽ സൃഷ്ടിക്കുമെന്നുള്ള ഒരു അഭിപ്രായം പല മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് കൂടാതെയാണ് വെള്ളക്കരത്തിൽ ഒരുപക്ഷെ മാറ്റമുണ്ടാക്കാൻ സാധ്യത കുറവാണ്. കാരണം ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ഇന്നലെ അടിയന്തര പ്രമേയത്തിലും മാറ്റില്ല എന്നുള്ള കടുത്ത തീരുമാനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അതിന്മേലൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കരുതുന്നത്. എങ്കിലും കെട്ടിട നികുതി, കൂടാതെ അടച്ചിട്ട വീടുകൾക്ക് പ്രത്യേക നികുതി, ഇവയെല്ലാം പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പിന്നോക്കം പോക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ധനമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അവരും ഇന്നത്തെ ഈ ബുധനാഴ്ച വലിയ നിർണായകമായ ഒരു ദിവസമായി കാണുകയാണ്. ഉമേഷ്,